വെൽക്കം ടു ദ ബയോളജി ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ബയോളജിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയൊക്കെ തോന്നാം, പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പാഠമാണ് 6th ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്നോട് പറയുന്നത് എന്താണ്? സെൽ അല്ലെങ്കിൽ കോശമാണ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ കോശം ഉണ്ടായിരിക്കുന്നത് വിവിധ കോശാംഗങ്ങൾ കൂടിച്ചേർന്നല്ല. അപ്പൊ ഏതൊക്കെയാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് നമ്മൾ പറയുന്നത്? സെൽ ഓർഗനൽസ് ന്യൂക്ലിയസ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പ്ലാന്റ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡി ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അപ്പൊ ഈ കോശാംഗങ്ങളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോശാംഗം ഏതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് സെൽ ഓർഗനൽ എന്ന് പറയുന്നത് ഏതാണ്? ന്യൂക്ലിയസ് ആണ്. നമ്മൾ കോശത്തിന്റെ മർമ്മം എന്ന് പറയും അല്ലെ. ഈ ന്യൂക്ലിയസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ന്യൂക്ലിയസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ന്യൂക്ലിയസിൽ എന്താണുള്ളത്? കുറെ ക്രോമസോമുകളുണ്ട് ഈ ന്യൂക്ലിയസിൽ. ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ 46 ക്രോമസോം ഉണ്ട്. നമുക്കറിയാം, ഒരു കുട്ടി ഉണ്ടാകുമ്പം ഫാദറിൽ നിന്ന് 23 ക്രോമസോമും മദറിൽ നിന്ന് 23 ക്രോമസോമും കൂടി ചേർന്ന് 46 ക്രോമസോം ആയിട്ട് മാറും. അപ്പം ഈ 46 ക്രോമസോം കാണുന്നത് ഈ ന്യൂക്ലിയസിനകത്താണ്. ഈ ക്രോമസോം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പം എന്ത് കൂടിച്ചേർന്നാണ് ഈ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്? DNA പ്രോട്ടീൻസും കൂടിച്ചേർന്നാണ് ക്രോമസോം ഉണ്ടാകുന്നത്. അപ്പൊ DNA നമുക്ക് എന്ത് പറയാം? ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം അല്ലെ. ഇപ്പൊ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് DNA എന്ന് പറയുന്നത്. പക്ഷെ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. HIV വൈറസ്, TMB വൈറസ്, ഹ്യൂമൻ ഇമ്യൂണോ വൈറസിലും ടുബാക്കോ മൊസൈക് വൈറസിലും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് DNA-നെയും RNA-നെ കുറിച്ചാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ DNA-യുടെ കാര്യങ്ങളാണ്, DNA-യുടെ സ്ട്രക്ചർ അതിൽ പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ RNA-യിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് നമ്മൾ കാണാം. അപ്പൊ നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. DNA-നെ കുറിച്ച് കൂടുതൽ പഠിക്കാം. DNA can be expanded as deoxyribonucleic acid and RNA can be expanded as ribonucleic acid. DNA is the long polymer of deoxyribonucleotides. Here polymer means repeating units. അപ്പോൾ DNA എന്ന് പറയുന്നാൽ ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ്സിൻ്റെ റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ യൂണിറ്റുകൾ കൂടി ചേർന്നതാണ് DNA എന്ന് പറയുന്നത്. Each nucleotide consists of 3 parts. First one is sugar, second one is nitrogenous base and third one is phosphate group. ഇനി നമുക്ക് ഈ 3 പാർട്ടുകളും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് ഷുഗർ. Sugar is a 5-carbon compound and sugars of RNA and DNA are slightly different. In RNA, sugar is known as ribose and in DNA, the sugar is known as deoxyribose. ഇനി നമുക്ക് എന്താണ് ഈ റൈബോസും അല്ലെങ്കിൽ ഡിയോക്സി റൈബോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. RNA റൈബോസ് ഷുഗർ. ഇപ്പോൾ സെക്കൻഡ് പൊസിഷൻ, കാർബണിൻ്റെ സെക്കൻഡ് പൊസിഷനിലുള്ള കാർബണിൽ OH ഗ്രൂപ്പാണ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. പക്ഷേ DNA-യുടെ കേസിലാണെങ്കിൽ ഡിയോക്സി റൈബോസിൻ്റെ അവിടെ സെക്കൻഡ് പൊസിഷനിലെ കാർബണിൽ H മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അതിനാലാണ് അത്, ഓക്സിജൻ ഇല്ലാത്തതിനാലാണ് അത് ഡിയോക്സി റൈബോസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയോടൈഡിൻ്റെ അടുത്ത കമ്പോണൻ്റാണ് നൈട്രോജീനസ് ബേസ്. നൈട്രോജീനസ് ബേസ് 2 തരമുണ്ട്, പ്യൂരിൻ ഉണ്ട്, പിരമിഡിനും ഉണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. പ്യൂരിൻ എന്ന് പറയുന്നത് ഒരു 6 സൈഡഡ് റിങ്ങിനോട് 5 സൈഡഡ് റിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് പ്യൂരിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിരമിഡിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് 6 സൈഡഡ് റിങ് മാത്രമാണ്. പിന്നെ പറയാനുള്ളത്, പ്യൂരിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് അഡിനിനും ഗ്വാനിനും. പ്യൂരിനകത്ത് വരുന്നതാണ്. ഈ അഡിനിനും ഗ്വാനിനും DNA-യിലും RNA-യിലും കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പിരമിഡിനകത്ത് വരുന്നതാണ് 3 എണ്ണമുണ്ട്, സൈറ്റോസൈൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഇതിൽ സൈറ്റോസൈൻ DNA-യിലും RNA-യിലും കാണാൻ സാധിക്കും. തൈമിൻ DNA-യിൽ മാത്രമേ കാണത്തുള്ളൂ, യുറാസിൽ RNA-യിൽ മാത്രമേ കാണത്തുള്ളൂ. തേർഡ് കമ്പോണൻ്റ് ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫറസ് ആറ്റത്തോട് അറ്റാച്ച് ചെയ്തിട്ട് 4 ഓക്സിജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഫോമിന് പറയുന്ന പേരാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഓക്സിജന്
നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് DNA അസിഡിക് ഇൻ നേച്ചറാണ്. DNA ആസിഡ് സ്വഭാവമാണ്. നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ 3 പാർട്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. ഏതൊക്കെയായിരുന്നു? ഷുഗർ, നൈട്രോജീനസ് ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി ഈ 3 എണ്ണം കൂടെ കൂടി ചേർന്ന് എങ്ങനെയാണ് അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്നത്. നൈട്രോജീനസ് ബേസായ അഡിനിനും ഷുഗറിലുള്ള ഡിയോക്സി റൈബോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഡിയോക്സി റൈബോസിലെ ഫസ്റ്റ് കാർബണിലുള്ള OHും അഡിനിലെ 9th പൊസിഷനുള്ള നൈട്രജൻ്റെ Hഉം കൂടെ കൂടിച്ചേർന്ന് അവിടെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഡിയോക്സി റൈബോസിലെ ഫസ്റ്റ് കാർബണിലുള്ള കാർബണും അഡിനിൻ്റെ 9th പൊസിഷനുള്ള നൈട്രജനും കൂടെ ഒരു ലിങ്കേജ് ഫോം ചെയ്യും. ആ ലിങ്കേജിന് പറയുന്ന പേരാണ് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പോൾ ഈ ഷുഗറും നൈട്രോജീനസ് ബേസും കൂടെ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രൊഡക്റ്റിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. അഡിനിൻ റൈബോസ് ഷുഗറുമായിട്ടാണ് കൂടിച്ചേർന്നെങ്കിൽ അത് അഡിനോസൈൻ എന്നും, ഡിയോക്സി റൈബോസുമായിട്ടാണ് കൂടിച്ചേർന്നെങ്കിൽ അത് ഡിയോക്സി അഡിനോസൈൻ എന്നും അറിയപ്പെടുന്നു. ഗ്വാനിൻ ഗ്വാനോസൈൻ എന്നും ഡിയോക്സി ഗ്വാനോസൈൻ എന്നും വിളിക്കും. സൈറ്റോസൈൻ സൈറ്റിഡിനും ഡിയോക്സി സൈറ്റിഡിനും എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ യുറാസിൽ RNAയിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അത് റൈബോസ് ഷുഗറുമായിട്ടാണ് കൂടിച്ചേർന്നത്. അപ്പോൾ അത് യൂറിഡിൻ എന്ന് അറിയപ്പെടും. തൈമിൻ DNA മാത്രമേ ഉള്ളൂ. അത് ഡിയോക്സി റൈബോസുമായിട്ടാണ് കൂടിച്ചേരുന്നത്. അപ്പോൾ അത് ഡിയോക്സി തൈമിഡിൻ എന്നും അറിയപ്പെടും. നമ്മളിപ്പോൾ നൈട്രോജീനസ് ബേസും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ആഡ് ചെയ്തിട്ട് അത് ന്യൂക്ലിയോസൈഡ് ആക്കി മാറ്റി. ഇനി ഈ ന്യൂക്ലിയോസൈഡിനെ ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റണം. അത് ഒരു കമ്പോണന്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഏതാണത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഈ ന്യൂക്ലിയോസൈഡിലേക്ക് നമ്മൾ ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അത് ന്യൂക്ലിയോടൈഡായി മാറത്തുള്ളൂ. അതിനെ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ന്യൂക്ലിയോസൈഡിൻ്റെ ഷുഗറിലുള്ള 5th പൊസിഷനിലെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന OH ഗ്രൂപ്പ് ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അവിടെ ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്യും. അതപ്പോൾ ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും കൂടെ ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് വഴി ഒരു ന്യൂക്ലിയോടൈഡായിട്ട് അത് മാറും. ഇവിടെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ കാണാൻ പറ്റും. ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ കാണാം. അതിൽ നൈട്രോജീനസ് ബേസും പെൻറ്റോസ് ഷുഗർ അത് N-ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ലിങ്ക് ചെയ്യുന്നു. അത് ആ ന്യൂക്ലിയോസൈഡിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു. ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് വഴി അങ്ങനെ അതൊരു ന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നു. അപ്പോൾ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നു നമുക്ക് മനസ്സിലായി. ആ 3 കമ്പോണൻസ് നൈട്രോജീനസ് ബേസും ഷുഗറും ഫോസ്ഫേറ്റും കൂടെ കൂടി ചേർന്ന് ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഫോം ചെയ്യുന്നു നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒരു പോളിമർ ആക്കണം. നമുക്കറിയാം DNA എന്ന് പറയുന്നത് ലോങ് പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്. ഇപ്പൊ ലോങ് പോളിമർ ആക്കണം. പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. അപ്പൊ ഈ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ജോയിൻ ചെയ്തിട്ട് ഒരു പോളിമർ ആക്കണം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് വേറൊരു ന്യൂക്ലിയോടൈഡിൻ്റെ 3' കാർബൺ ഷുഗറിലുള്ള 3' കാർബൺ ലിങ്ക് ചെയ്യുന്നു ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ് വഴി. അപ്പോൾ ഇവിടെ 3' നിന്ന് 5' 3' കാർബണിൽ നിന്ന് 5' ഫോസ്ഫേറ്റിലേക്ക് ആയതുകൊണ്ട് ആ ലിങ്കേജ് വിളിക്കുന്ന പേരാണ് 3' to 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്നാണ് ആ ലിങ്കേജിന് വിളിക്കുന്ന പേര്. ഇവിടെ നമുക്കൊരു പോളി ന്യൂക്ലിയോടൈഡ് കാണാം. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിൻ്റെ ഷുഗറിൽ 5th കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രീ ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അങ്ങോട്ട് വേറെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ എൻഡിനെ നമ്മൾ വിളിക്കും 5' എൻഡ് എന്ന്. നേരെ താഴെയായിട്ട് നമുക്ക് കാണാം ഷുഗറിൻ്റെ 3rd പൊസിഷനിൽ OHൽ വേറെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഫ്രീ OH ആണ്. അപ്പോൾ ആ എൻഡിനെ നമ്മൾ വിളിക്കും 3' എൻഡ്. അപ്പോൾ ഒരു പോളി ന്യൂക്ലിയോടൈഡിന് 2 എൻഡുകളുണ്ട്. 5' എൻഡും 3' എൻഡും. പിന്നെ നമുക്കറിയാം ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റും ഷുഗറുമാണ്. നൈട്രോജീനസ് ബേസ് എന്താ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണ്. നൈട്രോജീനസ് ബേസ് പ്രൊജക്റ്റഡ് ആണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡിനെ നമ്മൾ പോളി ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റിയത് എങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടു. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യമേ പഠിച്ചു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. എസെൻഷ്യൽ ആയിട്ട് RNA ഉണ്ട്. ഇപ്പൊ DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്.
പിന്നെ ന്യൂക്ലിയോടൈഡിന്റെ വിവിധ ഭാഗങ്ങൾ പാർട്സ് നമ്മൾ കണ്ടു. ഷുഗർ, നൈട്രോജീനസ് ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതിൽ ഷുഗറും നൈട്രോജീനസ് ബേസും കൂടെ എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി ജോയിൻ ചെയ്തത് ന്യൂക്ലിയോസൈഡ് ആയി മാറി. ആ ന്യൂക്ലിയോസൈഡിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു, ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് വഴി. അതപ്പോൾ ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്ന് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് വഴി അത് എന്തായിട്ട് മാറി? പോളി ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്, DNA ബേസിക് സ്ട്രക്ചർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ DNA ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും.